എം സ്വരാജ് മാപ്രകൾക്ക് മുന്നിൽ ഊള ഡയലോഗ് അടിച്ചുകൊണ്ട് നടക്കുന്ന യൂത്ത് വ്യാജനെ ഒരൊറ്റ ആട്ട്. ഇയാളാണോ LDFന്റെ സ്ഥാനാർത്ഥി എപ്പോൾ പ്രഖ്യാപിക്കണമെന്ന് തീരുമാനിക്കുന്നത്? ഇയാളുടെ ചെലവിലാണോ LDF ഉള്ളത്? സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് മാപ്രകൾ വലിയ സംഭവമായി കൊണ്ട് നടക്കുന്ന യൂത്ത് വ്യാജനെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് സ്വരാജിൻ്റെ മറുപടി. എവനാണോ തീരുമാനിക്കുന്നത്? എവനാരാ? ആ വാചകത്തിലുണ്ട് യൂത്ത് വ്യാജന് ഇടതുപക്ഷ നേതാക്കന്മാർ കൽപ്പിച്ചിരിക്കുന്ന വില എന്തെന്ന്. ഒരു MLA ആയിരുന്നിട്ട് പോലും അതായിട്ട് പോലും പരിഗണിക്കാൻ മുതിർന്ന നേതാക്കന്മാർക്ക് മനസ്സ് വരുന്നില്ല. കാര്യം, ഒരു പദവിയിലിരിക്കുന്ന വ്യക്തിയോട് ആദരവ് തോന്നണമെന്നുണ്ടെങ്കിൽ വായിൽ കിടക്കുന്ന നാവും കയ്യിലിരിക്കുന്ന പ്രവൃത്തിയും ശരിയായിരിക്കണം. ഇത് രണ്ടും ഉടായ്പായിരിക്കുന്ന ആളെ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് ആട്ടുന്നത്? കേരള നിയമസഭയിലെ ഒരു MLA മാർക്കും അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിക്കും ഈ ഗതികേട് വരുന്നുണ്ടാകില്ല. യൂത്ത് വ്യാജൻ എന്ന് കേട്ടാലേ സകലർക്കും പരമപുച്ഛമാണ്. ഒരുമാതിരി PV അൻവറിനെ കണ്ട അവസ്ഥ. അതാണ് ഇന്നിപ്പോൾ കൈരളി ചാനലിനോട് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾക്ക് സ്വരാജ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മറുപടി പറഞ്ഞു വെച്ചത്. ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. പിന്നെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് ഓരോ മുന്നണികളുടെയും അവകാശമാണ്. അതെന്ന് പ്രഖ്യാപിക്കണം അത് അവരാണ് തീരുമാനിക്കുക. ഇയാളാണോ LDFന്റെ സ്ഥാനാർത്ഥി എപ്പോൾ പ്രഖ്യാപിക്കണമെന്ന് തീരുമാനിക്കുന്നത്? ഇയാളുടെ ചെലവിലാണോ LDF ഉള്ളത്? 2-ാം തീയതിക്ക് മുൻപ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാൽ മതി. അതാണ് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇയാൾ ഇലക്ഷൻ കമ്മീഷനേക്കാൾ വലിയ കമ്മീഷനാണ്. ഞങ്ങൾ മുൻപേ പറയുന്നുണ്ട്, ഞങ്ങൾ 30-ാം തീയതിയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. ഇടതുപക്ഷത്തിന് അതിൻ്റെതായ സംഘടനാ നടപടിക്രമങ്ങളുണ്ട്. ഞങ്ങളുടെ ഘടകങ്ങൾ വിവിധ തലത്തിൽ ചേർന്ന് ചർച്ച ചെയ്ത് യോജിച്ച് ഒരു തീരുമാനമെടുക്കും. അത് 30-ാം തീയതി എന്നുള്ളത് ഞങ്ങൾ മുൻപേ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങളെന്താ പ്രഖ്യാപിക്കാത്തതെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഇനി ആദ്യം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് എന്തോ നേട്ടമായിട്ട് ഇക്കൂട്ടർ പറയുന്നത് ജാള്യത മറക്കാനാണ്. ആദ്യം പ്രഖ്യാപിച്ചത് എന്തിനാണ്? കോൺഗ്രസിന് അങ്ങനെ പ്രഖ്യാപിച്ചേ മതിയാവൂ. ഒരു നിമിഷം പോലും കോൺഗ്രസിന് ഇനി വൈകാൻ പറ്റുമായിരുന്നില്ല. കാരണം ഓൾറെഡി 2 സ്ഥാനാർത്ഥികൾ വോട്ട് വെച്ച് തുടങ്ങി കോൺഗ്രസിൽ. അപ്പൊ പെട്ടെന്ന് ഒരാളെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടും. പിന്നെ പിൻവലിപ്പിക്കാൻ കഴിയാതെ വരും, തമ്മിലടിയാവും, കത്തിക്കുത്താവും. അത് ഒഴിവാക്കാൻ എത്രയും പെട്ടെന്ന് അവർക്കൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചേ മതിയാകും. അതാണ് സ്ഥിതി. എന്നാൽ ഇടതുപക്ഷത്ത് അങ്ങനെയല്ല. നല്ല യോജിപ്പാണ്, ഒറ്റക്കെട്ടാണ്. ഇവിടെ തമ്മിലടിയില്ല, സ്ഥാനാർത്ഥി മോഹികളില്ല. ഇവിടെ ആരും വോട്ട് ചോദിച്ചു തുടങ്ങിയിട്ടുമില്ല. അതുകൊണ്ട് ശരിയായ സമയത്ത് ശരിയായ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അതിന് UDFന്റെ ചീട്ട് വേണ്ട. ഇത്തരത്തിലുള്ള ആളുകളുടെ ജൽപ്പനങ്ങളെ ഞങ്ങളൊന്നും മുഖവിലേക്ക് എടുക്കാറുമില്ല. പോടാ അയോഗ്യ പയലെ എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ്. ആ മറുപടിയൊക്കെ ഇരന്ന് വാങ്ങിക്കുന്നതാണ്. ആവശ്യമില്ലാത്തടത്ത് വർത്തമാനം പറയണം എന്നുള്ള സതീശ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് എവിടെ എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാത്തതിൻ്റെ ഭാഗമായിട്ട് നാട്ടുകാരെല്ലാം ഒരു MLA എന്ന പദവിയെ എങ്ങനെയൊക്കെയാണോ പരിഹസിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇന്നലകളിൽ ഒരു ഗവർണർ പദവിയിലിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ ഈ നാട് എങ്ങനെയാണോ പരിഗണിച്ചിരുന്നത് അതിൻ്റെ മറ്റൊരു വേർഷനാണ്. വരുംകാല ഭാവിയിൽ കോൺഗ്രസ് OLX-ലിട്ട് തൂക്കി വിൽക്കാൻ വെച്ചിരിക്കുന്ന ഇനം തൽക്കാലത്തേക്ക് ഒരു ചട്ടിമറിയ നാവുള്ളത് കൊണ്ട് കൂടെ കൊണ്ട് നടക്കുന്നു എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥയെന്ന് പറഞ്ഞാൽ, ചട്ടിമറിയ ഇന്നത്തെ അവസ്ഥ എന്താണോ അത് തന്നെയാണ് നാളെ പുരുഷ ചട്ടിമറിയൻ കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അതിന് അനുയോജ്യമായിട്ടുള്ള മറുപടി തന്നെയാണ് സ്വരാജ് പറഞ്ഞു വെച്ചു കൊടുത്തത്.